എല്ലാവർക്കും നമസ്കാരം. അന്ധവിശ്വാസങ്ങളും അതിൻ്റെ പുറകിലുള്ള ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ് തമ്മിലുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയണം. അന്ധവിശ്വാസങ്ങൾ പലതരത്തിലുണ്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയമായ അന്ധവിശ്വാസമാകാം, മതപരമായ അന്ധവിശ്വാസമാകാം, സാമൂഹികമായ അന്ധവിശ്വാസമാകാം, സൈക്കോളജിക്കൽ സൂപ്പർസ്റ്റിഷൻസ് ആവാം. ഏത് തരത്തിലുള്ള അന്ധവിശ്വാസമാണെങ്കിലും അതിന്റെ പുറകിൽ ഡിസ്ട്രക്റ്റീവായ ഇമോഷൻസ് ഉണ്ട്. ഈ അന്ധവിശ്വാസവും ഡിസ്ട്രക്റ്റീവ് ഇമോഷൻ തമ്മിലുള്ള ഈ ബന്ധം അതൊരു മൂവ്മെന്റ് ആണ്, ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിൽ അത് ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കാം. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാം. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ പ്രതിസന്ധി ഉണ്ടാക്കാം. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ അതിശക്തമായി വിശ്വസിക്കുന്നു. അതിന്റെ ശരിതെറ്റുകൾ തിരിച്ചറിയാതെ അന്ധമായി വിശ്വസിക്കുന്നു. അതിന്റെ പുറകിൽ ശക്തമായ ഇമോഷൻസിന്റെ ബാക്കപ്പ് ഉണ്ട്. ഈ ബന്ധം, അന്ധവിശ്വാസവും ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസുമായിട്ടുള്ള ബന്ധം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും മോചനം ലഭിക്കൂ. അത്തരത്തിൽ ഒരു മോചനം ലഭിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാകൂ. ശാന്തിയും സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാവുന്നത്. ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന വസ്തുതകൾ കൃത്യമായി കാണാനും ജീവിതത്തെ കൃത്യമായി കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളും ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസും തമ്മിലുള്ള ആ ബന്ധത്തെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ഒരുപക്ഷെ അതിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.